JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ച്. മേടൻ രാശിക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ഒന്നാം പാദം ഇവരെ സംബന്ധിക്കുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സപ്തഗ്രഹങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. വ്യാഴം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നും എങ്ങനെയൊക്കെ കഷ്ടപ്പാടിൽ നിന്നും കരകയറ്റുന്നു എന്നും അറിയാനും വ്യാഴത്തിൻ്റെ പ്രത്യേകതകളും സ്വഭാവവും വ്യാഴത്തിൻ്റെ പവർ എന്താണെന്നും അറിയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതറിയാൻ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അപ്പോഴാണ് വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. ഈ വീഡിയോയിൽ മേടൻ രാശിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. 2024 മെയ് മാസം 1-ാം തീയതി മുതൽ 2025 മെയ് 14-ാം തീയതി വരെ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇടവം രാശി മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവമായ ധനം, കുടുംബം, വിദ്യ മുതലായവയെ സൂചിപ്പിക്കുന്ന ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. മുൻകാലങ്ങളിലെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ 2020 നവംബർ മുതൽ 2021 നവംബർ വരെയുള്ള ഒരു വർഷക്കാലം 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിച്ച ഒരു സമയത്തെ ആയിരുന്നു സൂചിപ്പിച്ചത്. 10-ാം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനമാണ്. തൊഴിൽ, വ്യാപാരം, സത്കീർത്തി, ജയം, ആചാരം, മേധാവിത്വം, ധനവരവ് മുതലായവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 10-ാം ഭാവം. ഇതിനെ കർമ്മസ്ഥാനം എന്നൊക്കെ പറയും. 10-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ബുദ്ധിപരമായ കഴിവ്, ധനം, ഗുരുത്വം, സന്താന ഗുണം മുതലായവയെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ്. വ്യാഴം നീചരാശിയായ മകരത്തിൽ വരുമ്പോൾ വ്യാഴത്തിൻ്റെ പറയപ്പെട്ട ഗുണം പൂർണ്ണമായും ലഭിക്കില്ല. തൊഴിൽ തടസ്സം, കച്ചവടത്തിൽ നഷ്ടം, ധനനഷ്ടം, തോൽവി, പരാജയം, ആചാരലംഘനം, ദൈവാധീനക്കുറവ്, സന്താനങ്ങൾക്ക് മോശപ്പെട്ട കാലം, ആദരവ് കാണിക്കേണ്ട സ്ഥാനത്ത് ഗുരുത്വദോഷം വരുത്തി വയ്ക്കുന്ന ഒരു സ്വഭാവം, മാനസിക സംഘർഷം, മിക്കവാറും വിഷമതയും അലച്ചിലും, അതുപോലെ സ്വർണം, ഭൂമി എന്നിവയെ സംബന്ധിക്കുന്ന ചില നഷ്ടങ്ങളും മനപ്രയാസവും ഇതൊക്കെയാണ് നീചരാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ. മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2020 നവംബർ മുതൽ 2021 നവംബർ വരെ, അതായത് ഒരു വർഷക്കാലം വ്യാഴം 10-ാം ഭാവമായ മകരൻ രാശി നീചത്തിൽ സഞ്ചരിച്ച ഒരു സമയമാണ്. അതിനെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ 2020 നേട്ടങ്ങൾ പലതും 2021 നഷ്ടമാകുന്ന ഒരവസ്ഥയിൽ നിന്ന് 2021 നവംബർ മുതൽ 2022 ഏപ്രിൽ വരെ പലതും ലഭിക്കുന്ന ഒരു സ്ഥാനമായ 11-ാം ഭാവത്തിൽ വന്നു. അപ്പോൾ 11-ാം ഭാവവും 10-ാം ഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. പക്ഷെ 10-ാം ഭാവം മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവം എന്ന് പറയുന്നത് മകരൻ രാശി വരും. ഈ മകരൻ രാശി വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ്. അതുകൊണ്ട് തന്നെ കർമ്മസ്ഥാനത്ത് പല അപാകതകളും വരും, കർമ്മദോഷം എന്നൊക്കെ പറയും. അതാണ് നേരത്തെ പറഞ്ഞ ചില ഫലങ്ങളെ സൂചിപ്പിക്കുന്നത്. മറിച്ച് 2021 നവംബർ മുതൽ വ്യാഴം സഞ്ചരിക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ഈ 11-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആഗമന സ്ഥാനമാണ്. അപ്പോൾ ആഗമന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പം ലാഭസ്ഥാനം എന്നും പറയും. 11-ൽ വ്യാഴം സഞ്ചരിച്ച കാലത്ത് ദൈവാധീനം മൂലം നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമൊക്കെ വരും. കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും അല്പം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ 11-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം. 2022 ഏപ്രിൽ വരെ വീണ്ടും നഷ്ടസ്ഥാനമായ 12-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ച മീനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം 2022 ഏപ്രിൽ 13 മുതൽ 2023 ഏപ്രിൽ 22 വരെയുള്ള കാലം ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും സഞ്ചാരത്തിൻ്റെയും
അതുപോലെ നാശത്തിൻ്റെയും സ്ഥാനഭ്രംശത്തിൻ്റെയും വിദേശവാസം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ചിലരെ സംബന്ധിച്ച് ഇടത്തെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ വിഷയമുള്ളവർക്ക് അത് സങ്കീർണമാകാനുള്ള സാഹചര്യങ്ങൾ, ഭാഗ്യദോഷം, അധിക ചിലവ്, ഇങ്ങനെ പല പ്രയാസങ്ങളും പല നഷ്ടങ്ങളുമൊക്കെ സൂചിപ്പിച്ച് അതിനെയെല്ലാം തരണം ചെയ്താണ് 2023 ഏപ്രിൽ 22 വരെ ജന്മരാശിയായ മേടത്തിൽ വ്യാഴം സഞ്ചരിച്ചത്. ഈ സമയവും അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ജാതകത്തിൽ അത് നല്ല ഫലമാണെങ്കിലും ഗോചരഭാവത്തിൽ അതത്ര മെച്ചമൊന്നും ആയിരിക്കില്ല. ബുദ്ധിമോശം കൊണ്ട് പല വീഴ്ചകളും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായും അത്ര മെച്ചമുള്ള ഒരു സമയമല്ല. അതുപോലെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അത്ര മെച്ചമല്ലാത്ത ജോലി ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും വരും. പല വിധത്തിലും പലരുമായും കലഹിക്കേണ്ടി വരുന്ന സാഹചര്യവും, അതുപോലെ ധനനഷ്ടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളോ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും, ആരോഗ്യ സംബന്ധമായി അത്ര സുഖമില്ലാത്ത ഒരു അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിന്ന് അതിനെയും തരണം ചെയ്താണ് കുറച്ച് നേട്ടങ്ങളും അതിനേക്കാൾ കുറേ കോട്ടങ്ങളും ഉണ്ടായ ജന്മരാശിയിൽ നിന്ന് 2024 മെയ് മാസം 1 രണ്ടാം ഭാവമായ ഇടവത്തിൽ സഞ്ചരിച്ചു തുടങ്ങിയത്. രണ്ടാം ഭാവമായ ഇടവത്തിൽ വ്യാഴം സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്, ലാഭസ്ഥാനമെന്നും. 11ാം ഭാവത്തെ പറയുമ്പോൾ രണ്ടാം ഭാവത്തിന് ധനസ്ഥാനമെന്നും കുടുംബസ്ഥാനമെന്നും ഒക്കെയാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ധനലാഭം, കുടുംബജീവിതത്തിൽ ദമ്പതിമാർ തമ്മിൽ ഐക്യവും സന്തോഷവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി അല്പം ആരോഗ്യം വീണ്ടു കിട്ടുന്ന ഒരു സന്ദർഭം, സത്കീർത്തിയും ഭക്ഷണസുഖവും അതുപോലെ മനസ്സിനൊരു സന്തോഷവും ഒരു മുഖപ്രസാദവും ഒക്കെ ഉണ്ടാകുന്ന സമയം, ഏത് പ്രശ്നങ്ങളും സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. അതുപോലെ മറ്റുള്ളവരുടെ കാര്യമായാലും എത്ര സങ്കീർണമായ കാര്യമായാലും അതെല്ലാം സംസാരിച്ച് ഒന്ന് ഒതുക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയം. ഏത് വിഷയമായാലും അത് സംസാരിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഈ രണ്ടാം ഭാവം. സ്വന്തമായി അധ്വാനിച്ച് കുടുംബം രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്തയും അതനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭാവം കൂടിയാണ് ഈ രണ്ടാം ഭാവം. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യവും, ജാതകത്തിൽ വ്യാഴം നല്ല ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 2024 മെയ് മാസം മുതൽ നഷ്ടപ്പെട്ട സ്ഥാനങ്ങളും പദവിയും ധനവും ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വ്യാഴം ഉണ്ടാക്കിത്തരും. അപ്രതീക്ഷിതമായ ധനലാഭം, അതുപോലെ ലോട്ടറി അടിക്കുക എന്നൊക്കെ പറയുന്ന നിധി ലാഭം, കുടുംബസ്വത്ത് കൂടുതൽ ലഭിക്കുക, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ലഭിക്കില്ല എന്ന് കരുതിയതൊക്കെ ചിലപ്പോൾ തിരിച്ചു കിട്ടുക, അങ്ങനെ തുടങ്ങി ഏതു വിധത്തിലുള്ള നേട്ടവും നമുക്കുണ്ടാകാനുള്ള ഒരു സന്ദർഭം വരും എന്നുള്ളതാണ്. 2024 ഒക്ടോബർ 9 മുതൽ 25 ഫെബ്രുവരി 4 വരെ വ്യാഴം വക്രഗതിയിലും സഞ്ചരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിൻ്റെ എല്ലാം ഗുണം ഈ മേടൻ രാശിക്കൂറുകാർക്ക് ലഭിച്ചു കാണും. 2025 മെയ് 14 മുതൽ വ്യാഴം മിഥുനൻ രാശിയായ 3ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 3ാം ഭാവത്തെ സംബന്ധിക്കുന്ന സൂചന എന്ന് പറയുന്നത് സഹോദര സ്ഥാനവും, ധൈര്യം, ശൗര്യം, ദുർബുദ്ധി, സേവനം, വലത്തെ ചെവി, പരാക്രമം, ആഭരണങ്ങൾ മുതലായവയെല്ലാം ഈ 3ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആലോചനക്കുറവ്, ആവേശം മൂലം അഥവാ മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം, ഇതെല്ലാം ചിലപ്പോൾ തിരിച്ചടിയാകുന്ന ഒരു സന്ദർഭമായിട്ടും വരാം. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയും വിഷമവും, സഹോദരങ്ങൾക്ക് അത്ര മെച്ചമല്ലാത്ത സാഹചര്യവും, ഏതിനും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും, അതുപോലെ പരാജയപ്പെടുന്ന ഒരവസ്ഥയും, ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ, അതുപോലെ വഴിവിട്ട ചില ബന്ധങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്ത
ഒരു സാഹചര്യം തടസ്സമായിരിക്കും കൂടുതലും സംഭവിക്കുക. പ്രതീക്ഷയോടെ എന്തെങ്കിലും കാര്യം സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക. ദൈവാധീനം പോലും നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. 2025 മെയ് മാസം മുതൽ ഒരു വർഷക്കാലം മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദത്തിൽ ജനിച്ചവർ വളരെയേറെ സൂക്ഷിക്കുകയും അതുപോലെ ആലോചിച്ചും ചിന്തിച്ചും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. ദൈവാധീനം കുറവുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞ് അത്തരം, അതായത് ദൈവാധീനം മോശമാണ് എന്ന ചിന്തയോടുകൂടി തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. മിഥുനൻ രാശിയും വ്യാഴവും വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. മേടക്കൂറുകാർക്ക് ഭാഗ്യാധിപനായ വ്യാഴത്തിന് നഷ്ടഭാവമായ 12ന്റെ ആധിപത്യം കൂടി ഉള്ളതുകൊണ്ട് ഭാഗ്യദോഷം എന്നു പറയാവുന്ന ചില സാഹചര്യങ്ങളുമൊക്കെ വന്നുകൂടാ. വരവിൽ കൂടുതൽ ചിലവുണ്ടാകാം. ജാതകത്തിൽ വ്യാഴം ബലവാനായി നല്ല ഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർക്കും നക്ഷത്രദശാകാലം മോശമല്ലാത്ത രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നവർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും ഗുണം കുറയും. 12ാം ഭാവാധിപനാകിയാൽ ദൂരദേശയാത്ര, അലച്ചിൽ, പ്രയാസം, സ്വർണം മുതലായവയുടെ നഷ്ടം, വിദേശവാസം 12ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കും. ഇവിടെ 12ാം ഭാവാധിപനായ വ്യാഴമാണ് 3-ാം ഭാവമായ ഒരു ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അധികം മെച്ചമല്ലാത്ത ഗുണം ചെയ്യാത്ത ഒരു ഭാവത്തിലേക്ക് മാറുന്നത്. ഈശ്വര വിചാരത്തോടു കൂടി ശ്രദ്ധിച്ചു പോയാൽ അധികം കുഴപ്പമില്ലാതെ ഒരു വർഷം നമുക്ക് തള്ളി നീക്കാൻ സാധിക്കും. ജാതകത്തിൽ വ്യാഴം വളരെ മോശമായ രീതിയിലും അതുപോലെ തന്നെ നക്ഷത്രദശാകാലം വളരെ മോശമായി നിലനിൽക്കുന്ന വ്യക്തികൾക്കും ഈ 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഈ പറഞ്ഞ സമയം, അതായത് 2025 മെയ് മാസം മുതലുള്ള ഒരു വർഷക്കാലം വളരെ ആലോചിച്ചും ചിന്തിച്ചും ഈശ്വരവിശ്വാസത്തോടെയും എടുത്തിച്ചാട്ടവും വെപ്രാളവും ബഹളവും ഒന്നും കാണിക്കാതെയും സന്തോഷമായി ഇരിക്കാനായി ഈശ്വരന് കഴിയുന്നത്ര വിചാരിച്ചുകൊണ്ട് ദൈവവിചാരത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വ്യാഴത്തിൻ്റെ ദോഷം, അതായത് വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ആ ദോഷങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ, ആ ശ്രീകൃഷ്ണൻ്റെ ആയാലും മഹാവിഷ്ണുവിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങൾ, അവതാര രൂപങ്ങളായ ക്ഷേത്രങ്ങളായാലും നിങ്ങളുടെ അടുത്തുണ്ടെന്ന് വരികയും അവിടെ വേണ്ട വഴിപാടുകളൊക്കെ നടത്തുക. മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനുമൊക്കെ വെണ്ണ ആണ് പ്രധാനപ്പെട്ടത്, പാൽപ്പായസമൊക്കെയാണ്. അപ്പം തൃക്കൈ വെണ്ണ എന്ന വഴിപാടുണ്ട്, പാൽപ്പായസം വഴിപാടുണ്ട്. ഇതൊക്കെ നടത്തി ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഈ വർഷം, അതായത് 2025 മെയ് മാസം മുതലുള്ള ഒരു വർഷം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.